ഹലോ, നമ്മളിന്നൊരു ചന മസാലയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. വെള്ളക്കടല വെച്ചിട്ടുള്ളൊരു മസാലക്കറിയാണ്. അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നുള്ളൊരു അടിപൊളി ഒരു ചന മസാലയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഇത് കഴിക്കുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അതിനായിട്ടുള്ള കടല കുതിർത്ത് വെച്ചിട്ടുണ്ട്. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമുക്ക് കുറച്ച് മസാല അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ചെറിയ 3 എണ്ണം മതി കേട്ടോ. 3 അല്ലി മതിയാവും. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി. ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകമാണ്. പിന്നെ ഒരു 1/2 സ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 10-20ഓളം കുരുമുളക്. ഇതെല്ലാം കൂടി അരച്ച് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി കുക്കറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒരു പട്ടയും 3 ഗ്രാമ്പും കൂടി ഇട്ടിട്ട് നമ്മളിതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ ഇട്ട് വലിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മളതിലേക്ക് നമ്മൾ നന്നായിട്ട് സവോള വഴന്ന് വരുമ്പോൾ 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് സവോള വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് നന്നായിട്ട് ഈ ഇട്ട മസാലകളുടെയൊക്കെ നമ്മുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ആ മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ആ ഇട്ട മസാലയുടെയും ഒരു പച്ച ടേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ഇത് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടല ഇട്ട് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ മസാലയൊക്കെ കടലയിൽ നല്ലതുപോലെ ഒന്ന് പിടിക്കണം. അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിനിടയ്ക്ക് ഒരു മസാല കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് കേട്ടോ. അതും കൂടി ചേർത്ത് അരച്ച് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ബദാം ഇല്ലെങ്കിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ കപ്പലണ്ടി എടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് അടച്ച് വെച്ച് ഒരു 7 വിസിൽ കേൾക്കുന്നത് വരെ നമ്മളിത് വേവിച്ചെടുക്കണം. കടല നന്നായിട്ട് വേവണം കേട്ടോ, എങ്കിൽ അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ 7 വിസിലിന് ശേഷം ഞാനിത് തുറന്നപ്പോൾ നല്ല ആവിയാണ് കേട്ടോ ആദ്യമേ അടിച്ചത്. അപ്പോഴാണിത് കാണാൻ പറ്റാതെ വന്നത് കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഒരു തിക്കിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലൂസായിട്ട് നമ്മൾ എടുക്കില്ല കേട്ടോ. ഇത് ഈ ഒരു തിക്നെസ് വേണം ഈ മസാലയ്ക്ക്. അപ്പോൾ തന്നെ നമ്മുടെ ചന മസാല ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചിലപ്പോൾ നമുക്ക് മല്ലിയിലൊക്കെ ചേർക്കുമ്പോൾ വിചാരിക്കും അയ്യോ ഇത് വേറെ ഒരു ടേസ്റ്റ് ആവില്ലെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.